ഇറാനിയൻ എണ്ണ വ്യാപാരത്തെ ലക്ഷ്യമിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ ഉപരോധം ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ചില രാജ്യങ്ങൾ അവരുടെ താൽപര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നതായി പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരമൊരു സംഭവമാണ് ചൈനീസ് ബന്ധമുള്ള റിച്ച് സ്റ്റാറി എന്ന കപ്പലിന്റെ യാത്ര. അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഈ കപ്പൽ ഹോർമൂസ് കടന്നുപോയതായി ഷിപ്പിംഗ് ഡേറ്റകൾ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നായ ഹോർമൂസ് കടലൊടുക്ക് വഴി വലിയ തോതിൽ എണ്ണ ഗതാഗതം നടക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ നീക്കവും ശ്രദ്ധേയമാണ്. ഉപരോധം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഹോർമൂസ് കടലൊടുക്ക് കടന്ന ഗൾഫ് പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ആദ്യ കപ്പലായി റിച്ച് സ്റ്റാറി മാറിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പറയുന്നു. വിവിധ സമുദ്ര നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിവരങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിച്ച് സ്റ്റാറി എന്ന ഈ കപ്പൽ മുമ്പ് ഫുൾ സ്റ്റാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2023 തന്നെ അമേരിക്ക ഈ കപ്പലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ഇറാനുമായി ബന്ധമുള്ള വ്യാപാരത്തിൽ പങ്കെടുത്തതായി ആരോപണമുണ്ട്. ആയതിനാൽ തന്നെ ഈ കപ്പലിന്റെ ഓരോ നീക്കവും അമേരിക്ക അടുത്തുനിന്ന് നിരീക്ഷിച്ചു വരികയാണ്. കപ്പൽ ഹോർമൂസ് കടലൊടുക്ക് കടന്നതിനു മുമ്പ് ചില അസാധാരണ സംഭവങ്ങളുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് ഈ കപ്പൽ പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചത്. ഉപരോധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങൾ നടന്നത്. ഇത് സാധാരണഗതിയിൽ കാണാത്ത തരത്തിലുള്ളതാണ്. ആയതിനാൽ തന്നെ ഇത് കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇറാനിലെ ഖേഷൻ ദ്വീപിന് സമീപത്തെത്തിയപ്പോൾ റിച്ച് സ്റ്റാറി ആദ്യം തന്നെ യാത്ര നിർത്തിയതായാണ് വിവരം. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഈ സമയത്ത് കപ്പൽ റേഡിയോ വഴി തന്റെ വിവരങ്ങൾ പങ്കുവച്ചു. കപ്പലിന് ചൈനീസ് ഉടമസ്ഥരാണെന്നും അതിലെ ജീവനക്കാർ ചൈനീസ് പൗരന്മാരാണെന്നും അവർ ആവർത്തിച്ചു. സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നത് പതിവാണ്. ഈ കപ്പൽ UAE-യിലെ ഒരു തുറമുഖത്തിൽ നിന്ന് ചരക്ക് കയറ്റിയതിന് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ചരക്കിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമല്ല. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ബന്ധമുള്ള കപ്പലുകളാണ് തടയുക എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ട കപ്പലാണ് റിച്ച് സ്റ്റാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതേസമയം എൽപിസ് എന്ന മറ്റൊരു കപ്പലും ഹോർമൂസ് കടലൊടുക്ക് വഴി സഞ്ചരിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഈ കപ്പൽ ചാഡ് കെമിക്കൽസ് SA-യുടെ കൈവശമാണുള്ളത്. മുമ്പ് ഇതൊരു ഇറാനിയൻ തുറമുഖത്തിന് സമീപം എത്തിയതായി കപ്പൽ നിരീക്ഷണ പ്ലാറ്റ്ഫോമുകൾ സൂചിപ്പിക്കുന്നു. ഇതും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയിൽ കൂടുതൽ ആശങ്ക ഉയർത്തുന്ന ഘടകമാണ്. അമേരിക്കയുടെ ഈ കടുത്ത നടപടികൾ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. ഹോർമൂസ് കടലൊടുക്ക് വഴി ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ ഗതാഗതം നടക്കുന്നതിന് ഇവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നേരിട്ട് ഇന്ധന വിലകളെയും സാമ്പത്തിക വളർച്ചയും ബാധിക്കും. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ലോക വ്യാപാരത്തിന്റെ ദിശയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളവയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക ഇറാൻ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലൊടുക്ക് വീണ്ടും ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ റിച്ച് സ്റ്റാറി പോലുള്ള കപ്പലുകളുടെ നീക്കങ്ങൾ ഈ സംഘർഷത്തിന്റെ സങ്കീർണ വ്യക്തമാക്കുന്നു. ഉപരോധങ്ങൾ ഉണ്ടെങ്കിലും അന്താരാഷ്ട്ര വ്യാപാരം പൂർണ്ണമായി നിർത്താനാകില്ല എന്നതാണ് ഇതിലൂടെ കാണുന്നത്. അതേസമയം ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാമെന്നും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കുകയും പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹോർമൂസ് കടലൊടുക്ക് പോലുള്ള പ്രധാന കടൽപാതകൾ സുരക്ഷിതവും തുറന്നതുമായിരിക്കണം. അതിലൂടെ മാത്രമേ ലോക സാമ്പത്തിക രംഗത്തും സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.